Yeah, thank you. Journey of the Romans, the epistles to Romans. It will be a very slow journey. നമ്മൾ വളരെ സാവധാനത്തിലാണ് പോകുന്നത്. യെസ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ധൃതി വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ആഴമേറിയ കാര്യങ്ങൾ പലത് മിസ്സായി പോവും. സോ വി വിൽ ടേക്ക് ഇനഫ് ടൈം ടു റിഫ്ലക്റ്റ് ആൻഡ് മെഡിറ്റേറ്റ് അപ്പോൺ ഈച്ച് ആൻഡ് എവറി ഏരിയാസ് ഓഫ് ദി സ്ക്രിപ്ചർസ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയത് റോമാലേഖനത്തിലെ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ദ മെയിൻ തോട്ട് ദാറ്റ് വി ഡിസ്കസ്ഡ്, പ്രധാനമായ ഒരു തോട്ട് ഇതായിരുന്നു: വൈ എ ട്രൂ ബിലീവർ ക്യാൻ റിജോയ്സ്. കാരണം പൗലോസിൻ്റെ വാക്കുകൾ പറയുമ്പോൾ എല്ലാവരും വളരെ പീഡിപ്പിക്കപ്പെട്ട് വളരെ നിരാശയിലും വേദനയിലുമൊക്കെ കടന്നു പോകുന്നതായിട്ടൊക്കെയാണ് പൗലോസിൻ്റെ വാക്കുകൾ പൊതുവെ ഈ ലേഖനങ്ങളുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അതുമാത്രമല്ല, വളരെ കാർക്കശ്യ സ്വഭാവമുള്ള, വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഉപദേശ വിഷയങ്ങളിൽ താൻ വളരെ കൃത്യമായ ഒരു വഴി ഒരു ഡിറക്ഷൻ താൻ ഒരുക്കി കൊടുക്കുകയാണ്. എന്നാൽ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ കുറച്ചുകൂടെ നീതീകരിക്കപ്പെട്ടു വന്ന ഒരു വിശ്വാസികൾ, ദോസ് ഹു ആർ ബീൻ ജസ്റ്റിഫൈഡ്, അവരുടെ ജീവിതത്തിലെ ജീവിതയാത്രയിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് that one is going to get when he receives Jesus Christ, or being a true believer, what is the real essence and the result. ഇങ്ങനൊരു കാര്യങ്ങൾ പ്രധാനമായിട്ടും പൗലോസ് 5-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സംസാരിച്ചു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് റിഗാർഡിങ് അവർ പൊസിഷൻ ആസ് ബിലീവർ, റിഗാർഡിങ് അവർ പൊസഷൻ ആസ് എ ബിലീവർ, റിഗാർഡിങ് അവർ പ്രിവിലേജ് ആസ് എ ബിലീവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമ്മൾ 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, വി വിൽ ജസ്റ്റ് മൂവ് ടു വേഴ്സ് 6 ആൻഡ് അപ് ടു 11, 11-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. സോ അഗെയിൻ പോൾ ഈസ് റിഹേഴ്സിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് വാട്ട് ഇറ്റ് വുഡ് ബി ഇഫ് വി ആർ ലൈക്ക് എ ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പൈതലാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രയോജനം. ഇവിടെ 8-ാമത്തെ വാക്യം, ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദാറ്റ് ആസ്പെക്ട്. അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. സോ what Paul is trying to convey is all the things what we can see is for us. അത് നമുക്ക് വേണ്ടിയാണ്. Praise the Lord. It is that all this just for us. എനിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. So that is Paul seriously discussing on this particular verses. ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശാലമായി പൗലോസ് നമ്മളോട് സംസാരിക്കുന്ന വാക്കും അത് തന്നെയാണ്. ദൈവം നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി, ഫോർ അസ് ഗോഡ് ഹാസ് ഡിഡ് എവ്രിതിങ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഈ ലോകത്തിൽ ഡീലുള്ളത്, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നമുക്ക് വേണ്ടി മാത്രമാണ് ദൈവം ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത്, നമ്മെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. നമുക്ക് ദൈവം തന്ന സൗകര്യങ്ങൾ, നമുക്ക് ദൈവം തന്ന ഭൂമി, നമുക്ക് ദൈവം തന്ന പ്രപഞ്ചം, നമുക്ക് ദൈവം തന്ന സൃഷ്ടികൾ, ദൈവം നമുക്ക് തന്ന ഈ സൗരോജ്യം, ഇതെല്ലാം ദിസ് ഓൾ സംതിങ് ഐ വുഡ് സേ ഇറ്റ് ഈസ് ഓൾ ഫോർ അസ്. ആൻഡ് വി വെർ ഇൻ സിൻ, നമ്മൾ പാപികളായിരുന്നപ്പോൾ അഗെയിൻ ഹി പെയ്ഡ്, അഗെയിൻ ഹി ഹാസ് ഗിവൺ എവ്രിതിങ് ഫോർ അസ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഡീലിംഗ് അത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. സോ ദൈവത്തിന് വേറൊരു പ്രൊജക്റ്റ് ഇല്ല, ദൈവത്തിന് വേറെ ഒരു സംരംഭമില്ല. ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണ് സകലതും. ദോ വി ഗോ ത്രൂ ദി സിൻഫുൾ വേസ്, നമ്മൾ പാപത്തിലൂടെ കടന്നു പോയപ്പോഴും ആ ദൈവം തന്നെ നമുക്ക് വേണ്ടി, നമ്മെ ആ പാപത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ, അതായത് യേശു ക്രിസ്തുവിനെ അയച്ചത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. സോ ഓൾ ദിസ് ജസ്റ്റ് ഫോർ അസ്, എവറിത്തിങ് ദാറ്റ് വി സീ ത്രൂ ഗോഡ്, ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫോർ അസ്. അതല്ലാതെ
ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ അല്ലാതെ ദൈവം ഈ ഭൂമിയിൽ വ്യവഹരിക്കുന്നില്ല. ഈസ് നോട്ട് റിലേറ്റിംഗ് ടു ദിസ് വേൾഡ് ആൻഡ് റിലേറ്റിംഗ് ടു ദി ഈവൻറ്റ്സ് by excluding human beings. So in every aspect of God's project we are there. നമ്മൾ അവിടെയുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായി പൗലോസ് പറഞ്ഞൊരു കാര്യം, നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തെങ്കിലും there is a hopeless situation for human being. മനുഷ്യർക്കുണ്ടായ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. There are various hopeless സിറ്റുവേഷനെ കുറിച്ച് ഈ 6-ാം വാക്യം മുതൽ സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ. സോ ഫസ്റ്റ് ഹോപ്പ്ലെസ്നെസ് വാസ് വി വെയർ ഹാവിങ് വിത്തൗട്ട് സ്ട്രെങ്ത്. അടുത്ത ഭാഗം പറയുന്നത് 6-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വി വെയർ അൺഗോഡ്ലി ഓർ അഭക്തരായിരുന്നു. വി വെയർ അൺഗോഡ്ലി. 3-ാമത്തെ കാര്യം പറയുന്നത് നമ്മൾ പാപികളായിരുന്നപ്പോൾ. അത് 8-ാമത്തെ വാക്യം, ക്രിസ്തു നാം പാപികളായിരുന്നു. സോ വി വെർ സിന്നേഴ്സ്. 10-ാമത്തെ വാക്യം പറയുന്നത് ശത്രുക്കളായിരുന്നപ്പോൾ. സോ 4 കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ്. 1, നമ്മൾ ബലഹീനരായിരുന്നു. 2, നമ്മൾ അഭക്തരായിരുന്നു. 3, നമ്മൾ പാപികളായിരുന്നു. 4, നമ്മൾ ശത്രുക്കളായിരുന്നു. ആരോട്? ദൈവത്തോട്. മനുഷ്യരോടല്ല, ദൈവത്തോട് ശത്രുക്കളായിരുന്നു. So this is what Paul is trying to explain, the hopeless situation of hopeless conditions of human being. ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മുമ്പോട്ട് പോകാം. So first of all we see man is a weak. ഇവിടെ പറയുന്ന കാര്യം മനുഷ്യർ ബലഹീനനായിരുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ എന്നവിടെ 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം എഴുതിയിരിക്കും, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. ഫോർ വൈൽ വി വെർ സ്റ്റിൽ ഹെൽപ്ലെസ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ പറഞ്ഞത് വൈൽ വി വെർ സ്റ്റിൽ ഹെൽപ്ലെസ് at the right time Christ died for our ungodly. So first thing, we were helpless, we were weak. എന്ന് പറഞ്ഞാൽ we were just having no strength to escape from our sin. നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു. We were powerless to escape from our sin, or we were powerless to please God, unable to change from our sinful nature. നമ്മൾ സങ്കീർത്തനങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സോ we were born in sinful nature and we were unable to come out from that sinful nature. നമുക്കൊരിക്കലും ആ പാപത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയത്തില്ല. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഴഞ്ഞ ഈ ചേറിനകത്ത് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ ആ ചേറിനകത്ത് ഇറങ്ങി രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ എന്ന പോലെ തന്നെ we cannot help ourselves. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. നമ്മൾ പാപത്തിലായിരുന്നു. നമ്മളൊരു കുഴഞ്ഞ, അതാണ് സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്നത്. Psalms 40, നമ്മളെന്താ കുഴഞ്ഞ ചേറ്റിൽ കിടന്നിരുന്ന നമ്മെ. സോ കുഴഞ്ഞ ചേറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വി ആർ നോട്ട് ഏബിൾ ടു ഹെൽപ്പ് അവർ സെൽഫ്. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. മറ്റൊരാൾക്ക് പ്രൈസ് ദി ലോർഡ് അതിനകത്ത് ഇറങ്ങി നമ്മളെ രക്ഷിക്കും. സോ ദർ ഈസ് എ വെരി ക്ലിയർ പിക്ചർ ഓഫ് ഹോപ്പ്ലെസ്നെസ്, ഓർ ഇൻ അതർ സെൻസ് powerlessness. We were weak in our sinful nature. We were not able to come out from our own, praise the Lord, effort. So this was the real hopelessness of a human being. Man was weak. മനുഷ്യർ എന്തായിരുന്നു? ബലഹീനനായിരുന്നു. രണ്ടാമത്തെ മനുഷ്യൻ്റെ ഹോപ്പ്ലെസ് സിറ്റുവേഷനെ കുറിച്ച് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് നമ്മൾ അഭക്തരായിരുന്നു. Ungodly. So man is wicked. Man is wicked, or in other sense man is ungodly. ഈ അൺഗോഡ്ലി എന്ന് പറയുമ്പോൾ, അഭക്തർ എന്ന് പറഞ്ഞാൽ വി ലൈക്ക് എ ലൈഫ് ദാറ്റ് വി ലിവ് ബൈ അവർ ഓൺ പ്ലഷർ. നമുക്ക് ദൈവം വേണ്ട എന്നുള്ള ചിന്ത, ദൈവമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള ഒരു സന്തോഷം. എ കൈൻഡ് ഓഫ് എ ലൈഫ് ദാറ്റ് വി പ്ലീസ് വിത്തൗട്ട് ഗോഡ്. ദൈവം കൂടാതെയുള്ള ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രമാണം കൂടാതെയുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ ഇഷ്ടം കൂടാതെയുള്ള ജീവിതം. സോ ദിസ് ഈസ് സംതിങ് മേക്സ് മാൻ വിക്കഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല, ദൈവം വരണ്ട എൻ്റെ ജീവിതത്തിൽ, ദൈവികമായതൊന്നും വേണ്ട, ദൈവത്തിൻ്റെ നിയമം വേണ്ട, ദൈവത്തിൻ്റെ സ്നേഹം വേണ്ട, ദൈവത്തിൻ്റെ ഹിതം വേണ്ട. സോ മാൻ റെഫ്യൂസസ് ടു ബൗ ഡൗൺ
മേ ബി ഇൻ ഹിസ് സാൽവേഷൻ, ദൈവം മനുഷ്യർക്ക് കൊടുത്ത രക്ഷയുടെ ആ ചാൻസ്, ആ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ മുന്നിൽ അതിനു വേണ്ടി വിധേയപ്പെടാതെ, ഐ ഡോണ്ട് നീഡ് ദിസ് സാൽവേഷൻ, നിങ്ങൾ പറയുന്ന രക്ഷയോ നിങ്ങൾ പറയുന്ന നിത്യജീവനൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന, വി വെയർ അൺഗോഡ്ലി, നമ്മൾ അൺഗോഡ്ലി ആയിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇറ്റ്സ് എ man is human being is refusing the very golden chance to attain or golden chance to revere God based on the salvation that we are getting. Or in other sense we could say man were a self worshipper, സ്വയം ആരാധകനായി മാറുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി സ്വയത്തിൻ്റെ മേൽ സ്വയത്തെ ആരാധിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോഴൊന്നും നമ്മൾ ഈ ലോകമനുഷ്യരാണെന്ന് വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്ന അൺഗോഡ്ലി എന്ന് പറയുന്നത് ഒരു ലോകമനുഷ്യനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഈവൻ ദോ ദെയർ വിൽ ബി കേസസ്, we though belong into a churchmen, we were maybe a churchmen, but living in a ungodly realm. നമ്മൾ ദൈവമക്കൾ എന്നുള്ള പദവി നമുക്കുണ്ടായിരിക്കാം. വി മേ ബി ഇൻ ദ റോട്ട ഓർ ഇൻ ദ ലിസ്റ്റ് ഓഫ് ദി ചർച്ച്, ബട്ട് സ്റ്റിൽ വി ലീവ് ഇൻ എ അൺഗോഡ്ലി മാനർ. ദൈവ ഇഷ്ടമില്ലാതെ, ദൈവഹിതമില്ലാതെ, ദൈവത്തോടുള്ള താല്പര്യമില്ലാതെ, ദൈവികമായ യാതൊരു ബോധ്യവുമില്ലാതെ ജീവിക്കുന്ന അൺഗോഡ്ലിനെസ്. So man was a wicked because that symbolizes or that resembles the very nature of hopelessness of human being. മനുഷ്യൻ്റെ നിസ്സായ അവസ്ഥ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും നിസ്സായമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ നമ്മളെന്തായിരുന്നു? നമ്മൾ അഭക്തരായിരുന്നു. പിന്നീട് പറയുന്നത് ഒരു കാര്യം ഇവിടെ പറയുന്നത്, മാൻ വാസ് എ സിന്നർ. അവിടെ 8-ാമത്തെ ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. ദിസ് മീൻസ്, ഇവിടെ പാപം എന്ന് പറയുന്ന മൂലഭാഷയുടെ ഒരു പദം, പാപത്തിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ തനതായ അർത്ഥം എന്ന് പറയുന്നത് ഹമാർട്ടിയ, ദാറ്റ് മീൻസ് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം പ്രകൃതിയാലെ ലക്ഷ്യം തെറ്റിയവരായിരുന്നു. ബിക്കോസ് ലൈക്ക് വി വർ നോട്ട് ഏബിൾ ടു സക്സീഡ് ഇൻ അവർ ലൈഫ്. ഈ ഹമാർട്ടിയ എന്നുള്ള പദം എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, മീൻസ് പാപം എന്നുള്ള ഈ പദം മൂലഭാഷയിൽ അതിൻ്റെ പദത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് പോകുന്നത്. ഇറ്റ്സ് മീൻസ് ലക്ഷ്യം തെറ്റുക എന്ന് പറയും. സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പാപത്തിൻ്റെ ഡെഫിനിഷൻ. ലക്ഷ്യം തെറ്റുക, ഹമാർട്ടിയ, ലക്ഷ്യം തെറ്റുക. അതെന്തെന്ന് പറഞ്ഞാൽ, ഒരു യു മേ ബി നോയിങ്, ഈ ആർച്ചറിയൊക്കെ, അമ്പും വില്ലും ഒക്കെ അതിൻ്റെ സ്പോർട്സിൽ നമുക്കറിയാം, വി ഹാവ് എ ടാർജറ്റ്. ഒരു ടാർജറ്റിലേക്ക് എയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ടാർജറ്റിലേക്ക് വന്ന് പതിക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗീതമാണ്, ഇറ്റ് ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ ട്രാക്ക്. ഈ പുരാതന കാലത്ത് ഈ ഏതൻസിലും അതുള്ള ഇടങ്ങളിലൊക്കെ ഈ ആർച്ചറി എന്ന് പറയുമ്പോൾ ദേ യൂസ് ടു പ്ലേ ദിസ് വൺ, ആൻഡ് it is not in a short range. Maybe they will stand in a long range and they will throw their arrows. അവരുടെ അവരുടെ വില്ല് അവർ കുലച്ച് എറിയുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ടാർജറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടാർജറ്റിൻ്റെ അരികിൽ ഒരു മനുഷ്യൻ നിപ്പുണ്ട്, മേ ബി ടു ചെക്ക് വെദർ ദി പേഴ്സൺ ഹാസ് റൈറ്റ്ലി ഹിറ്റ് ഓൺ ദി ടാർജറ്റ്. അപ്പോൾ ഇവിടുന്ന് ഈ കായിക മത്സരം നടക്കുന്ന സമയത്ത് ഇവിടെ നെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ചെന്ന ടാർജറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഈ ടാർജറ്റിൻ്റെ അടുത്ത് എത്താതെ വേറെ എവിടെയെങ്കിലും പോയി വീഡിയോ കാട്ടിലോ മരത്തേലോ എല്ലാം പോയാൽ അവിടെ നിൽക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നൊരു ഒരു പദമാണ് ഹമാർട്ടിയ എന്ന് വിളിച്ചു പറയും. ദാറ്റ് മീൻസ് യെസ്, ലക്ഷ്യം തെറ്റിപ്പോയി. ഇപ്പം ദൂരെ നിന്ന് അന്നത്തെ കാലത്ത് വയർലെസ് ഫോണോ അല്ലെങ്കിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും ഹമാർട്ടിയ. ദാറ്റ് മീൻസ് ആ എയ്ത അമ്പ് എന്ത് ചെയ്തു? തെറ്റിപ്പോയി, ലക്ഷ്യം തെറ്റിപ്പോയി. ഫ്രം ദാറ്റ് വേർഡ് ദിറ്റ്സ് ദ വേർഡ് ഈവൻ സിൻ എന്നുള്ള പദം വന്നിരിക്കുന്നത്. സോ ഇവിടെ മനുഷ്യൻ പാപികളായിരുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, യെസ്, മനുഷ്യൻ ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ എവിടേക്കാണോ ചെല്ലേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യമില്ലാതെ they were just missing out the mark, missing out the target, missing the thought,
മനുഷ്യർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ വീഴുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റി മനുഷ്യൻ പാപത്തിൽ തന്നെ വീഴും. സോ മാൻ വാസ് എ സിന്നർ, മാൻ ഈസ് എ സിന്നർ. ദാറ്റ് വാസ് വൺ സംതിങ് മെയ്ഡ് ദി സിറ്റുവേഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ് ഹോപ്പ്ലെസ്. ആൻഡ് ഫൈനലി അതിൻ്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വി വെയർ എനിമി, men is an enemy to whom? Not to the other human being, but to God himself. ദൈവത്തോട് തന്നെ നമ്മൾ ശത്രുത്വമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. മുമ്പ് ഞാൻ പറഞ്ഞു, മാൻ വാസ് എ സിന്നർ. ഓരോ അവസരത്തിലും നമ്മൾ ലക്ഷ്യം തെറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്യം തെറ്റുന്നതുകൊണ്ട് പ്രൈസ് വാട്ട് എവർ വി ഡു, വി ആർ നോട്ട് കമ്മിങ് ഇൻ ടു ദ ട്രാക്ക്. ലക്ഷ്യം തെറ്റിയെങ്കിൽ പിന്നെ നമുക്കത് ടാർഗറ്റ് മാറ്റി വെച്ചിട്ട് ലക്ഷ്യത്തിലെത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് we cannot do anything by our own to attain that salvation. മനുഷ്യൻ്റെ പുണ്യപ്രവർത്തികൾ കൊണ്ട്, മനുഷ്യൻ്റെ നല്ല കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യർ രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ ആ മാർഗത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെ രക്ഷപ്പെടത്തില്ല എന്ന് കൃത്യമായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളോ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ നിമിത്തമായി ഒരിക്കലും നമുക്ക് രക്ഷ ഉണ്ടാകുന്നില്ല. മറ്റ് പല മതങ്ങളും പഠിപ്പിക്കുമ്പോൾ പറയുന്നത് അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ട് ദൈവം അവർക്ക് രക്ഷയും മോക്ഷം ഒരുക്കി കൊടുക്കുമെന്ന്. എന്നാൽ അങ്ങനെയില്ല. മനുഷ്യൻ തെറ്റിപ്പോയിരിക്കുന്ന മനുഷ്യന് തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം എബിലിറ്റി കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയത്തില്ല, പാപരഹിതമായ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയും. സോ അതാണ് മാൻ വാസ് എ സിന്നർ. സോ ഫൈനലി വാട്ട് ഐ സെഡ്, മാൻ ഈസ് എൻ എനിമി. എനിമി എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും we were not in the God's camp. Actually we were in the camp of the devil. ശത്രുവിൻ്റെ പാളയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ശത്രുക്കളാണ്. we were in enmity with God. ദൈവത്തോട് ശത്രുത്വമായിരുന്നു നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് ദി ഹോപ്പ്ലെസ്. നമ്മൾ ആരുടെ ക്യാമ്പിലാണ്, ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിശാചിൻ്റെ പക്ഷത്തായിരുന്നു. നമ്മൾ സാത്താൻ്റെ കൂട്ടത്തിലായിരുന്നു, സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നു. സോ മാൻ ഈസ് an enemy to his God. ഇതൊക്കെയാണ് പൗലോസ് പറയുകയാണ്. ദിസ് വാസ് ദി റിയൽ കണ്ടീഷൻ, ദിസ് വാസ് ദി ഹോപ്പ്ലെസ് കണ്ടീഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യൻ്റെ നിസ്സായമായ ആ സാഹചര്യങ്ങളായിരുന്നു. മനുഷ്യൻ ബലഹീനനായിരുന്നു, അവൻ അഭക്തനായിരുന്നു, അവനൊരു പാപിയായിരുന്നു, അവൻ ശത്രുവായിരുന്നു ദൈവത്തോട്. സോ ദിസ് ഈസ് വാട്ട് Paul is trying to describe the condition of a human being that is utterly and hopeless situation. ഇത് പറയുമ്പോഴാണ് പൗലോസിന് എന്താണ് എനിക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം എന്നുള്ളത് പറയാൻ തനിക്ക് ആവേശം വരുന്നത്. ബിക്കോസ് മാൻ വാസ് ബൈ നേച്ചർ ഹി വാസ് വീക്ക്, വിക്കറ്റ്, സിന്നർ ആൻഡ് എൻ എനിമി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹി സേസ് ദി ക്രൈസ്റ്റ് ബൗണ്ട്ലെസ് കമ്പാഷൻ. ഒരു പരിധിയുമില്ലാത്ത, ഒരു യാതൊരു എന്താ പറയുന്നത്, നിബന്ധനകളുമില്ലാത്ത, യാതൊരു ഒരു കണ്ടീഷൻസും ഇല്ലാതെ, യാതൊരു ഉപാധികളുമില്ലാതെയുള്ള ബൗണ്ട്ലെസ് കമ്പാഷൻ. പ്രൈസ് ദി ലോർഡ്. ദ ബൗണ്ട്ലെസ് കമ്പാഷൻ ഓഫ് ഗോഡ്, ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് 8ാമത്തെ വാക്യത്തിൽ വായിക്കുക, ക്രിസ്തുവോ നാം 9ാമത്തെ മേ ബി ഇറ്റ് ഈസ് 10ാമത്തെ വാക്യത്തിൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് എന്ത് ചെയ്തു? രക്ഷ ഒരുക്കപ്പെട്ടു. സോ അപ്പോൾ ഈ 6 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും എല്ലാം വായിക്കുന്നത് മനുഷ്യൻ വളരെ ഹീസ് കമ്പാഷൻ എക്സീഡ്സ് ടു ദി ലവ് ഓഫ് മാൻ. അതായത് മനുഷ്യൻ്റെ സ്നേഹം, ഹിസ് കമ്പാഷൻ എക്സീഡ്സ് ടു ദി ലവ് ഓഫ് മാൻ. ഒരു മനുഷ്യൻ്റെ സ്നേഹത്തിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചെന്ന് എന്ന്. നമുക്ക് സ്നേഹിക്കാൻ എത്രമാത്രം കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ നിരീക്ഷണത്തിൽ, നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ മക്കളെയാണ്, നമ്മുടെ ഭാര്യയെയാണ്, നമ്മുടെ ഭർത്താവിനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയാണ്. സോ ദിസ് ഈസ് വാട്ട് വി ക്യാൻ സീ ദ ലവ് ദാറ്റ് ഹ്യൂമൻ ബീങ് എക്സിബിറ്റ്സ് ഇൻ ദെയർ ലൈഫ്. എന്നാൽ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പൗലോസ് ഈ വാക്കുകളിലൂടെ ഓർപ്പിക്കുകയാണ്. When we go through that sections, go through that verses, that is very clearly defined. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം.
അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മകനെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ പെട്ടെന്ന് അവിടെ കുറേ ഒരു തോക്കും പിടിച്ചുകൊണ്ട് കുറച്ച് ഭീകരമായ ആളുകൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് വെടിവെക്കാനായിട്ട് ഇങ്ങനെ വാദിക്കുകയാണ്. സോ വാട്ട് വുഡ് യു ഡു ഇമ്മീഡിയറ്റ്ലി? നമ്മുടെ സ്വന്തം കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട്, വെരി യങ് ചൈൽഡ് ഈസ് വിത്ത് അസ്. പെട്ടെന്ന് വെടിവെച്ചുകൊണ്ടിരിക്കാനായിട്ട് തുടങ്ങും. സോ വാട്ട് വി വിൽ ഡു? നമ്മൾ ചാടി ഇറങ്ങി ഒറ്റ പോക്ക് പോകുമോ? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മേശയുടെ അടിയിലോട്ട് കയറിയിരിക്കുമോ? നമ്മൾ അവിടുന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ആ വന്ന ഗൺമാനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് അവൻ്റെ മുമ്പിലോട്ട് വന്ന് അവനുമായിട്ടൊരു മൽപ്പിടുത്തത്തിന് പോകുമ്പോൾ എന്തായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഒന്നും അറിയാതിരിക്കുന്ന ആ കുഞ്ഞിനെ, നമ്മുടെ മകനെ രക്ഷിക്കാനായി വി വിൽ കവർ അവർ ചൈൽഡ് ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? നമ്മുടെ ആ കുഞ്ഞിനെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാകാൻ പാടില്ല. സോ വി വിൽ അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ടു സംഹൗ എസ്കേപ്പ് ഓർ സംഹൗ റിലീസ് അവർ സെൽഫ് വിത്ത് മൈ സൺ, ഓർ എൻ്റെ മകന് മേൽ ഒരു പ്രശ്നമുണ്ടാകാതെ അതിനെ സംരക്ഷിക്കാനായിട്ട്, അതിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയ താല്പര്യമാണ് നമ്മൾ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം അനവധി ഇടങ്ങളിൽ ത്യാഗോജ്വലമായ പ്രവർത്തികൾ ചെയ്ത അനേകരെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ സൈനികരൊക്കെ ചില സമയങ്ങളിലൊക്കെ വീരമൃത്യു വരിച്ചത് നമ്മൾ കാണുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ കേൾക്കുന്നു, അവർ വീരമൃത്യു മരിച്ചു. എന്തിനാണ്? അവർക്കെന്തെങ്കിലും നേടാൻ വേണ്ടിയായിരുന്നു? അവർക്കെന്തെങ്കിലും പോയിട്ടാണോ? അല്ല, അവർ ആ രാജ്യത്തോടുള്ള സ്നേഹം നിമിത്തമായി മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, അവർ തങ്ങളുടെ ജീവൻ എന്ത് ചെയ്തു? രക്ഷിച്ചു. അതായത് അവർ തങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ചില പട്ടാളക്കാർക്ക് അപകടമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ഒരുപക്ഷെ ചിലരൊക്കെ വളരെ വീരമൃത്യു വരിച്ചുകൊണ്ട് ഭീകരവാദികളുടെയും അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ചാടി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ രാജ്യം വളരെ ആദരവോട് കണ്ട് അവർക്ക് എല്ലാവിധ ആദരവും നമ്മൾ അർപ്പിക്കാറുണ്ട്, നൽകാറുണ്ട്. സോ ദിസ് ഈസ് ഓൾ ഡൺ. നോക്കിക്കോണം, അതെല്ലാം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ടു ദ വൺ ഹു ഈസ് ബിലവഡ്, ടു ദ വൺ ഹു ഈസ് ലവ്ഡ്. സ്നേഹമുള്ളവരിനോടാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവനോടാണ് അത് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവിടെ ചെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മകനെ സംരക്ഷിക്കാനായി ഒരു ഗൺ ഷോട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മകനെ രക്ഷിക്കാൻ, വൈ? ദിസ് ഈസ് ബിക്കോസ് ദ ഹ്യൂമൻ ആസ് എ ഫാദർ യു ലവ് യുവർ ചൈൽഡ്. ദാറ്റ് ഈസ് വൈ യു കവർ യുവർ ചൈൽഡ്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ആ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും? കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഒരു പോക്ക് അങ്ങ് പോകും. അങ്ങനെ ഒരിക്കലും ഒരു അപ്പൻ ചെയ്യത്തില്ല, അങ്ങനെ ഒരിക്കലും ഒരു മാതാവ് പിതാവ് ചെയ്യത്തില്ല. They will make sure that they have to cover their child because you love your child. ഒരു പട്ടാളക്കാരൻ വീരമൃത്യു വരിക്കുന്നത് because they love their nation. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു മൈനിൽ രണ്ടുപേര് മൈനിനകത്തിരുന്ന് എന്ത് ചെയ്യുകയാണ്? പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഓക്സിജൻ കുറഞ്ഞു പോയി. സോ ദേ ഹാഡ് ഓൺലി വൺ ഓക്സിജൻ മാസ്ക്. അവർക്ക് ഒരു ഓക്സിജൻ മാസ്കേ ഉള്ളൂ. അപ്പോൾ ആ മൈനിൽ രണ്ടുപേര്, അതിൽ ഒരാൾ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കാണെങ്കിൽ ഫാമിലിയോ കുടുംബമോ മക്കളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഫാമിലി കുടുംബമോ ഒക്കെ ഉണ്ടല്ലോ, സോ യു മേ ബി ഡിസേർവിങ് ദിസ് എന്ന് പറഞ്ഞിട്ട് ആ ഓക്സിജൻ മാസ്ക് ഈ മൈനിലുള്ള ഈ മറ്റേ മനുഷ്യന് നൽകിയിട്ട് പറഞ്ഞു, നീ രക്ഷപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അവനെ മൈനിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അവസാനം ഈ വ്യക്തി ആ മൈനിൽ കിടന്ന് മരിച്ചു പോകുന്ന ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ ഡൺ ബിക്കോസ് ദേ ലവ് their fellow being, they love their brother, or they love other because they are very dear to them. എന്നാൽ that is something very different in this case. ഇവിടെയാണ് യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഹിയർ വി റീഡ്, നാമോ ശത്രുക്കളായിരിക്കുമ്പോൾ, ദോ വി വെർ എനിമീസ്. 10ാമത്തെ വാക്യം, ഫോർ വൈൽ വി വെർ എനിമീസ് വി വെർ റെക്കൺസൈൽഡ് ടു ദി ഗോഡ് ത്രൂ ദ ഡെത്ത് ഓഫ് ഹിസ് സൺ. കർത്താവ് ജീവൻ കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? തൻ്റെ ശത്രുവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അതാ പറയുന്നത്, നമ്മൾ ശത്രുക്കളായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ, വി വെർ എനിമി.
ഒരു ശത്രുവിന് വേണ്ടി ആരെങ്കിലും ഈ ലോകത്ത് ജീവൻ വെടിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മൾ ശത്രുവായിരുന്നപ്പോൾ ശത്രുവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ തയ്യാറായി. ദാറ്റ്സ് ദ കമ്പാഷൻ ദാറ്റ് എക്സീഡ്സ് ദി ലവ് ഓഫ് മാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം തന്നെ നോക്കാം. അവിടെ വന്ന് ഒരു ഗ്രനേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഗ്രനേഡൊക്കെ ഇട്ടപ്പം മേ ബി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് എല്ലാ ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്തു. അപ്പം അതിനകത്ത് ആകെ നിൽക്കുന്നത് ഇനി ആ ഗൺമാൻ മാത്രമേ ഉള്ളൂ, ആ തോക്ക് പിടിച്ച ആൾ മാത്രമേ നിൽപ്പുള്ളൂ. അപ്പോൾ നമ്മൾ വെളിയിൽ നിൽക്കുമ്പം അയ്യടാ ദോണ്ട്ര, ആ ഭീകരവാദി മാത്രം അതിനകത്ത് നിൽക്കുന്നു, അവനിപ്പോൾ അതിനകത്ത് ഗ്രനേഡ് പൊട്ടി അവൻ മരിച്ചു പോകും. എങ്ങനെയും പോയി ഇത്രയും നേരം വെടിവെച്ചുകൊണ്ടിരുന്നവനെ പോയി രക്ഷിക്കാനായിട്ട് നമ്മളാരെങ്കിലും അതിൻ്റെ പുറകിൽ ആരെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഹീ ഈസ് ദ വൺ കൾപ്രിറ്റ്, ഹീ ഈസ് ഡൂയിങ് ഹിസ് ഓൾ ദീസ് തിങ്സ്. അപ്പം അവനെ രക്ഷിക്കാനായിട്ട് നമ്മളാരും ഉദ്യമിക്കത്തില്ല. കാരണം ഹീസ് ഓൾറെഡി ഹാവ് ഡൺ വേരിയസ് ക്രൈം. അപ്പം അവൻ ഇനിയോ അയ്യോ നമ്മുടെ ശത്രു അതിനകത്ത് കിടപ്പുണ്ടല്ലോ, അവനെ കൂടെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പോകത്തില്ല, ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. ബട്ട് ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇതേ സെയിം സിനാരിയോ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചൊന്ന് ഇമാജിൻ ചെയ്ത്, ദൈവത്തോട് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, ദോ വി വെയർ എനിമി വിത്ത് ദി ലോർഡ്, ദൈവവുമായിട്ട് നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി അവൻ ശത്രുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനായിട്ട് തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് ദ റിയൽ കമ്പാഷൻ ദാറ്റ് എക്സീഡ്സ് ദ ക്രൈസ്റ്റ് ബൗണ്ട്ലെസ് കമ്പാഷൻ ദാറ്റ് എക്സീഡ്സ് ടു ദി ലവ് ഓഫ് മാൻ. ആൻഡ് ഓൾസോ ഹിസ് കമ്പാഷൻ എക്സിബിറ്റ്സ് ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് ആ സന്തോഷം എന്ന് പറയുന്നത്. ദിസ് ഈസ് എ വെരി ക്ലിയർ ഡിസ്കഷൻ ദാറ്റ് വി ക്യാൻ സീ ഫ്രം ദ പൗലോസിൻ്റെ പ്രൈസ് ദി ലോർഡ് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഒരു വാക്കാണ്. കാരണം അവിടെ പൗലോസ് കൃത്യമായിട്ട് 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹിസ് കമ്പാഷൻ എക്സിബിറ്റ് ദ ലവ് ഓഫ് ഗോഡ് എറ്റ് വി വെർ സിന്നേഴ്സ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് അവൻ കരുണ കാണിച്ചു. ഈ സ്നേഹമാണ്, ദിസ് ഈസ് ദി ക്രൈസ്റ്റ് ബൗണ്ട്ലെസ് കമ്പാഷൻ. ദൈവം നമ്മളോട് കാണിച്ച ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്നേഹം. നമ്മൾ പലപ്പോഴും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും. കാരണം എങ്ങനെയാണ് ശത്രുവിനോട് സ്നേഹിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശത്രുക്കളോട് നമുക്ക് വ്യവഹരിക്കാൻ കഴിയുന്നത്? ശത്രുക്കളോട് ഒരിക്കലും നമ്മൾ വ്യവഹരിക്കത്തില്ല. നമുക്ക് ശത്രുക്കളായിരിക്കുന്നവരെപ്പോഴും ശത്രുക്കളായിട്ടിരിക്കാനായിട്ട് നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ശത്രുക്കളായി തന്നെ കണക്കാക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് he has exhibited his compassion to such a way, even though we were sinners, even though we were enemy with God. ദൈവത്തോട് ശത്രുക്കളായിരുന്നു. So God's love, God's compassion exhibited, or it's exhibited the real love of God, and his compassion exhibited the real love of God, and his compassion exceeded that a human person can give. നമുക്ക് ശത്രുക്കളോട് സ്നേഹിക്കാൻ മനുഷ്യന് കഴിയത്തില്ല, എന്നാൽ ദൈവം അങ്ങനെയാണ് ചെയ്തെന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് he was just loving human being as a stranger. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ പോലും ദൈവം മനുഷ്യനെ സ്നേഹിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. That is the real love of God. That's the real boundless love of God. അടുത്തത്, as we move forward, മൂന്നാമത്തെ കാര്യം, our matchless completion. Though we were sinners, though we were enemy, though we were weak, we were wicked, ഇതെല്ലാം പൗലോസ് പറഞ്ഞെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റിയത്, ഇറ്റ് cannot be matched with anything in this world. ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ കാര്യമുണ്ട്. There are 3-4 things that Paul said, that the hopelessness of a human being. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ അഭക്തരായിരുന്നു.
പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത്, ദി കംപ്ലീഷൻ ദാറ്റ് വി അച്ചീവ്ഡ് ഇറ്റ് ഈസ് മാച്ച്ലെസ്. അത് തുല്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഈ അഭക്തനായിട്ടുള്ള, ഈ പാപിയായിട്ടുള്ള, ഈ ശത്രുവായിട്ടുള്ള, ഈ ബലഹീനനായിട്ടുള്ള എനിക്ക് ദൈവം ഒരുക്കിയ, പ്രൈസ് ദി ലോർഡ്, ആ വലിയ ഭാഗ്യം, ഇറ്റ് കാനോട്ട് ബി മാച്ച്ഡ് വിത്ത് എനിത്തിങ്. So that is what Paul is trying to exhort his believers, his people, that we had a matchless completion in Jesus Christ. So man's helpless conditions was described, and he was able to give the Christ the boundless compassion, and finally he is trying to give the very matchless completion of a human being by believing Jesus Christ. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് അവർ പൊസിഷൻ. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച ഇതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവർ പൊസിഷൻ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവർ പൊസിഷൻ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അവർ പൊസിഷൻ ആസ് ജസ്റ്റിഫൈഡ്. പ്രൈസിൽ എത്ര പേർ ഓർക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്ഥാനം എന്തായിരുന്നു? ആസ് എ ബിലീവർ അവർ പൊസിഷൻ വാസ് ബീങ് ജസ്റ്റിഫൈഡ്. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ സഹിതം കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. അവർ പൊസിഷൻ വാസ് ലൈക്ക് വി വർ ജസ്റ്റിഫൈഡ്. നമ്മൾ നീതീകരിക്കപ്പെട്ടു. നോക്കിക്കേ, അതിൻ്റെ അവസാനത്തെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാണ് വായിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി സി. ഫസ്റ്റ് ഓഫ് ഓൾ, അവർ പൊസിഷൻ ആസ് ജസ്റ്റിഫൈഡ്. ശത്രു ആയിരുന്നു ഓർക്കണം, പാപി ആയിരുന്നു ഓർക്കണം, ബലഹീനനായിരുന്നു ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭക്തനായിരുന്നു ഓർക്കണം, ദൈവമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചവനായിരുന്നു ഓർക്കണം. ബട്ട് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ബൈ ബിലീവിങ് ജീസസ് ക്രൈസ്റ്റ്, ഓർ ത്രൂ ദി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, we were declared as justified. നമ്മുടെ പദവി, നമുക്ക് തന്ന പൊസിഷൻ, we were described as justified person. 9ാമത്തെ വാക്യം അത് വായിക്കുന്നു. 9ാമത്തിൽ തന്നെ വാക്യം വായിക്കുമ്പോഴാണ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. We were protected by the wrath of God. ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് റോമാലേഖനത്തിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ ഞാൻ ധാരാളം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ദൈവത്തിന് മനുഷ്യനോട് ഭയങ്കര ദേഷ്യമായിരുന്നു, ഭയങ്കര കോപമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മറ്റൊരു ദേശത്തിലായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ദൈവത്തോടുള്ള വലിയ കൂട്ടായ്മയിൽ നിൽക്കാൻ വേണ്ടി. ആദാമിനെയും ഹൗവയും സൃഷ്ടിച്ചപ്പോൾ എല്ലാ ദിവസവും ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി അവരോട് സംവദിക്കുന്ന, അവരോട് സംസാരിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് ഗോഡ് പ്ലാൻഡ്, ദാറ്റ് ഐ വുഡ് മെയിൻറ്റെയിൻ എ ഗുഡ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. എന്നാൽ ചതിയന്മാരായിട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആ ഫെലോഷിപ്പിനെ ഇഗ്നോർ ചെയ്തിട്ട് പാപത്തിൽ വീണപ്പോൾ ദൈവം God had a kind of a wrath. He was in a real wrath with the people. ദൈവത്തോട് എന്ത് ചെയ്തു? അവർ ദൈവകോപത്തിനിരയായി മനുഷ്യർ മാറി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവകോപത്തിൻ്റെ ഇരയായി തീർന്നപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ചെയ്ത കാര്യം എന്താണ്? ദൈവം മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്താക്കി. ഏദനിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ദ സെയിം പ്രിൻസിപ്പിൾ സ്റ്റിൽ ഗോഡ് മെയിൻറ്റെയിൻഡ്. ദൈവത്തിൻ്റെ കോപത്തിനിരയാകപ്പെട്ടവർ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാതെ ദൈവകോപത്തിൻ്റെ ഇരയാകപ്പെടുന്നത് രക്ഷപ്പെടാത്തവരെ എല്ലാം ദൈവം ഏദനിൽ നിന്ന് പുറത്താക്കിയതുപോലെ മനുഷ്യനെ പർദീസയിൽ നിന്ന് പുറത്താക്കി നിത്യനരകത്തിൻ്റെ ഓഹരിക്കാരായി. God decided that those who are under the wrath with me, under the wrath of God, you are going to the hell. നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. നരകം ഉണ്ടാക്കിയതും ദൈവമാണെങ്കിലും ദൈവം അവിടെ ആരെ ഇടാനല്ല നരകം ഉണ്ടാക്കിയത്. മേ ബി ഇറ്റ് വാസ് എ സെക്കൻഡ് പ്ലാൻ, ഐ വുഡ് സേ, ഞാൻ പറഞ്ഞാൽ. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് ശത്രുത്വമായപ്പോൾ ദൈവം ഒരുക്കിയ മനുഷ്യൻ്റെ ഡെസ്റ്റിനി ആയിരുന്നു ഏത്? ഈ പറയുന്ന പ്രൈസ് ദി ലോർഡ്, നരകം എന്ന് പറയുന്നത്.
എന്നാൽ പൗലോസ് അവിടെ പറയുകയാണ്, when we received Jesus Christ as our Savior, നമ്മൾ ദൈവത്തെ, കർത്താവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചാൽ, അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞാൽ, ദൈവം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, ഇന്ന ആൾക്കാരെല്ലാം നരകത്തിൽ പോകണമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് യേശുവിനെ വിശ്വസിച്ചത് മൂലമായി നമ്മൾ രക്ഷപ്പെട്ടു. We escaped from the wrath of God. അല്ലെങ്കിൽ നമ്മളെല്ലാം ബോർഡിംഗ് പാസ് എടുത്തിരിക്കുക എങ്ങോട്ട് പോകാനായിട്ടായിരുന്നു? നരകത്തിലോട്ട് പോകാനായിട്ട്. കാരണം ദൈവകോപം മനുഷ്യൻ്റെ മേൽ കിടക്കുകയാണ്. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ഈ ദൈവകോപം മനുഷ്യൻ്റെ മേൽ കിടക്കുകയാണ്. സോ കൃപയാൽ എനിക്കും നിങ്ങൾക്കും രക്ഷിക്കപ്പെടാൻ പറ്റിയത് അതൊരു മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അതൊരു വലിയ ഒരു പ്രിവിലേജാണ്. ദാറ്റ് മേക്സ് ദീസ് ആസ് എ മാച്ച്ലെസ് കംപ്ലീഷൻ. കാരണം നമ്മൾ നിത്യ നരകത്തിൽ പോകാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നവരായിരുന്നു. എന്നാൽ നിത്യ നരകത്തിൽ പോകാതെ ഗോഡ് ഹാസ് പ്രൊട്ടക്റ്റഡ് അസ്. ആ കോപത്തിൽ പെടാതെ ജീസസ് ക്രൈസ്റ്റ്, യേശു നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു. കാരണം എങ്ങനെ? അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ. ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ റാത്ത്. ദൈവം കോപം കൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യനെ നരകത്തിലേക്കുള്ള കൊണ്ടുപോകാനിടുമ്പോൾ, മധ്യസ്ഥനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ സകല പാപങ്ങൾക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഇരയാകപ്പെടാനായി യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് നിമിത്തമായി ഞാനാണ് നരകത്തിൽ പോകേണ്ടിയിരുന്നത്. അതിന് ബലിയായി, അതിന് പരിഹാരമായി ദൈവം ആ ശിക്ഷ, യേശു കർത്താവ് ആ ശിക്ഷ തന്നെ ഏറ്റെടുത്തത് കൊണ്ട് വി ആർ പ്രൊട്ടക്റ്റഡ് നൗ. ഇനി നമ്മൾ പേടിക്കേണ്ട നരകത്തിൽ പോകുമെന്ന്. Praise the Lord, because the great matchless completion that God has given to us is the reconciliation, or the kind of reconciliation, saved from the wrath. മൂന്നാമത്തെ കാര്യം അവിടെ താഴോട്ട് വായിക്കുമ്പോൾ, 10ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. Praise the Lord, we became reconciled. അതാണ് മൂന്നാമത്തെ കാര്യം. We have peace with God. ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ദൈവമായിട്ടൊരു ബാറ്റിലായിരുന്നു, ഒരു യുദ്ധത്തിലായിരുന്നു. കാരണം മനുഷ്യർ ഓരോ നിമിഷവും ദൈവത്തിന് മുമ്പാകെ ശത്രുക്കളായിരിക്കുമ്പോൾ, ശത്രുവിനെ നമ്മൾ പിടിച്ച് ഉമ്മ വെക്കുകയല്ല ചെയ്യുന്നത്. ശത്രുക്കൾ വന്നാൽ ശത്രുക്കളെ അവനെ ഓടി അകറ്റുകയാണ് ചെയ്യുന്നത്. ആസ് പെർ ദ ബാറ്റിൽ ലോ അനുസരിച്ച് മുമ്പിൽ വരുന്ന ശത്രുക്കൾ എന്താ ചെയ്യുന്നത്? ഹി വിൽ അറ്റാക്ക് ഇറ്റ്. അപ്പോൾ വാക്യത്തിൽ പൗലോസ് കൃത്യമായി പറയുകയാണ്, നാം ദൈവത്തോട് ശത്രു ആയിരുന്നു പറഞ്ഞാൽ വി വെയർ ഇൻ 2 camps. നമ്മൾ 2 പാളയത്തിലായിരുന്നു. ഒന്ന്, ദൈവം വേറെ ദൈവത്തിൻ്റെ പാളയത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒരു ശത്രുക്കളുടെ പിശാചിൻ്റെ പാളയത്തിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ നാമും ദൈവവും തമ്മിൽ ഫൈറ്റിലായിരുന്നു. അവിടെ ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാനുള്ള സ്കോപ്പില്ല. അവിടെ ദൈവത്തിന് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് കാണിക്കാൻ സമയമില്ല. കാരണം വി വെയർ റൈറ്റ്ലി പ്ലേസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ആൻ ഈവിൾ ക്യാമ്പ് or in a enemy's camp. നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു. എന്നാൽ മധ്യസ്ഥനായി, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാമല്ലോ ഇന്ന് ലോകങ്ങൾ തമ്മിൽ പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരൊക്കെ ഇറങ്ങി മധ്യസ്ഥരായി ഇത് രണ്ടിനെയൊക്കെ ഒന്ന് റിക്കൺസിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനും ദൈവവും തമ്മിൽ ശത്രുക്കളായ അവസ്ഥയ്ക്ക് പരിഹാരമായി ഹീ ജസ്റ്റ് റിക്കൺസൈൽഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് സമാധാനമാക്കി. അതാണ് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. വി റിക്കൺസൈൽഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് നമ്മളങ്ങ് നിരന്നു. ദൈവത്തിന് നമ്മളോട് അസമാധാനത്തിൽ കഴിയത്തില്ല. നമ്മളും ദൈവവും തമ്മിലൊരു ധാരണയിലെത്തി. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ജീവൻ നമുക്ക് പകരം, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവകോപത്തിൻ്റെ പാത്രമായി തീരാനായി അവൻ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം മാറി. ദൈവത്തിൻ്റെ
ദേഷ്യം മാറി. അല്ലെങ്കിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളവും മരണം. നമുക്കെല്ലാവർക്കും വെച്ചിരുന്ന ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമായിരുന്നു, നിത്യമരണമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും നിമിത്തമായി, നമുക്ക് വേണ്ടി യാഗമായത് നിമിത്തമായി, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് നിമിത്തമായി, വി ആർ റിക്കൺസൈൽഡ്, വി ആർ എൻറ്ററിങ് ഇൻ ടു എ പീസ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം വായിക്കുമ്പോൾ, അതിൻ്റെ 10ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. എത്രയധികമായി നിരന്നതിന് ശേഷം പിന്നെന്താ അടുത്ത പ്രോഗ്രാം? പ്രൈസ് ദി ലോർഡ്. ദൈവവും നമ്മളും തമ്മിൽ നിരന്നു. കാരണം when I received Jesus Christ as my personal savior, that means I am been reconciled with God and God has established a peace with me. ദൈവത്തിന് എന്നോട് ഒരു സമാധാനമായി. എന്നാൽ പിന്നീട് അടുത്ത ശേഷം പൗലോസ് പറയാണ്, എഗെയിൻ ദർ ഇസ് എ കണ്ടിന്യൂഷൻ ഫോർ ദാറ്റ് പീസ് ട്രീറ്റി. ആ പീസിൻ്റെ സമാധാന കരാറിന് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ, ബിക്കോസ് ദ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ലിവിങ് ടുഡേ. ഇന്നും യേശു ക്രിസ്തു ഈസ് എറ്റേണലി ലിവിങ് ടുഡേ, അല്ലെങ്കിൽ എറ്റേണലി ഈസ് എ ലിവിങ് ഗോഡ്. അവൻ നിത്യനായ ദൈവമാകാൻ ഇന്നും നമുക്ക് വേണ്ടി ജീവനോട്, അതാ ആ വാക്യം കൃത്യമായിട്ട് പറയുന്നു. നിന്ന ശേഷമോ നാം അവൻ്റെ ജീവനാൽ. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് കർത്താവ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ നിൽക്കുകയാണ്. ബിക്കോസ് ഹി ലീവ്സ്, യേശു ജീവിക്കുന്നത് കൊണ്ട് എത്ര അധികമായി വി ആർ ജസ്റ്റ് പ്രിസേർവ്ഡ് ബിക്കോസ് ജീസസ് ഈസ് ദെയർ. എന്ന് പറഞ്ഞാൽ, മനുഷ്യർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലിരിപ്പ് മോശമാകുമ്പോൾ നമ്മൾ വീണ്ടും പാപത്തിലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പാപത്തിൻ്റെതായ അനുഭവങ്ങൾ, ആദേശങ്ങൾ, ദാവീദ് പറഞ്ഞ പോലെ പാപത്തിൻ്റെ ആദേശങ്ങൾ എൻ്റെ മുമ്പ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ പച്ചയായ മനുഷ്യൻ്റെ സാഹചര്യത്തിൽ പലപ്പോഴും ചില പാപത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവം അപ്പോഴും അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണ്. പാപം ചെയ്തോ അന്നേരം ഡിലീറ്റ്, അന്നേരം എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം. എന്നാൽ ഏകജാതനായ നമ്മുടെ അരുമനാഥനായ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത് കൊണ്ട് ഹി ഈസ് ദെയർ സ്റ്റിൽ ടുഡേ, പ്രൈസ് ദി ലോർഡ്, ഹാവിങ് എ റെക്കൺസിലേഷൻ or a mediation with God. ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ജീവനാൽ നാമും വീണ്ടും ഈ രക്ഷിക്കപ്പെട്ട അനുഭവം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയുന്നു. ഹൗ പ്രിസർവ്ഡ് വി ആർ, അല്ലേ? നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. എന്നാൽ പോളിസി അന്നും ഇന്നും സെയിം തന്നെയാണ്. പാപം ചെയ്തോ, വീണ്ടും പോയി. അത് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തോ, താഴെ പോയി വീണു. ഇന്നും സെയിം പോളിസി. പാപം ചെയ്തോ, എടുത്ത് പുറത്ത് കളയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാപം ചെയ്തിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലോ ജീവിതത്തിലോ വന്നാലും മടങ്ങി വരാനുള്ള സ്പേസ് കിട്ടുന്നത് എന്തെന്ന് ചോദിച്ചാൽ, തിരിച്ച് യഥാസ്ഥാനപ്പെടാനുള്ള അവസരം ലഭിക്കുന്നെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ്റെ ജീവനാൽ നാം വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ തുടരാൻ കഴിയുന്നു. ദാറ്റ് മീൻസ് വി ആർ പ്രിസർവ്ഡ് ബൈ ദി വെരി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഓർ വി ആർ പ്രിസർവ്ഡ് by the very hallelujah life of Jesus Christ. അവൻ്റെ ജീവനാൽ നാം എത്രയധികമായി രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവനുമായിട്ട് നിരപ്പ് വന്ന ശേഷവും, അവനുമായിട്ട് നിരപ്പിൻ്റെ അനുഭവത്തിൽ എത്തിയ ശേഷവും, അവനോട് നാം നിരപ്പിൻ്റെ മണ്ഡലത്തിൽ എത്തിയ ശേഷവും, പ്രൈസ് ദി ലോർഡ്, കർത്താവുമായിട്ട് നമുക്ക് ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയ്ക്ക് യേശുക്രിസ്തു മധ്യസ്ഥനായി ഉള്ളത് കൊണ്ട്, ബിക്കോസ് ഹി ലീവ്സ്, ഐ ആം സ്റ്റിൽ ലിവിങ് ടുഡേ. അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. വീണ്ടും വീണ്ടും രക്ഷ നമുക്ക് പ്രിസർവ് ചെയ്യപ്പെടുന്നത് കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ദ ഗ്രേസ് വിൽ എൻഡ്, കേട്ടോ. ആ കൃപ അവസാനിക്കും. ദർ വുഡ് ബി എ എൻഡ് ടൈം. ഗ്രേസ് അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നമ്മൾ കൈവിടപ്പെട്ടു പോകുമെന്നുള്ളൊരു വാസ്തവം കൂടി ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഗ്രേസ് പീരീഡിനകത്തതുകൊണ്ട് that cannot be considered as a granted as a privilege. അതൊരു വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഒരു നല്ല അവസ്ഥയാണ് നമ്മൾ
ചിന്തിക്കേണ്ട ദാറ്റ് ഗ്രേസ് വുഡ് എൻഡ്. ആ കൃപയ്ക്ക് അവസാനം ഉണ്ടാകാം, ആ കൃപ അവസാനിക്കും. ദൈവം ചിലപ്പോൾ, കർത്താവ് പോലും ചിലപ്പോൾ നമ്മെ കൈവിട്ടെന്ന് വരും. ബട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ ലവിങ് us. So he is preserving the very relation that we had made with Lord. കർത്താവും ദൈവവുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതായ ആ ബന്ധത്തെ ഇന്നും ദൈവം യേശുക്രിസ്തു നഷ്ടപ്പെടുത്താതെ അവൻ നമുക്കായി അവൻ്റെ ജീവനാൽ എത്രയധികമായി നമുക്ക് വേണ്ടി വീണ്ടും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ that is the completion, that is the kind of matchless completion that God has given to us. നമുക്ക് ലഭിച്ച രക്ഷ നഷ്ടപ്പെടാൻ പണ്ടത്തെ സാഹചര്യം ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഈസി. കാരണം തെറ്റ് ചെയ്തോ, വൺ ടൈം സിൻ, ഗോൺ ഫോർ എവർ. എന്നാൽ ദൈവം വീണ്ടും നമ്മെ പ്രിസർവ് ചെയ്യുന്നത് ആ ദൈവകരുണ നിമിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് വൈ, ഹല്ലേലൂയ, the matchless completion is because we are preserved with the Lord through the blood of Jesus Christ. അടുത്തത് പറയുന്നത് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 11-ാമത്തെ ഭാഗം അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആൻഡ് നോട്ട് ഓൺലി ദിസ്, ബട്ട് വി ഓൾസോ എക്സാൾട്ട് in God through our Lord Jesus Christ. Exalt, that means we are praising God. നമ്മൾ ദൈവത്തിന് എല്ലാ മഹത്വവും നമുക്ക് സന്തോഷം. we exalt God, we exalt in God. ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുന്നു. we become happy in God, we become joyful in God. Why? Because God has made such a matchless completion for human being. മനുഷ്യർക്ക് വേണ്ടി തുല്യമില്ലാത്ത, മറ്റുള്ള പകരം വെക്കാൻ കഴിയാത്ത ഒരു വലിയ പൂർത്തീകരണം മനുഷ്യന് തന്നതുകൊണ്ട് വി ഹാവ് എൻജോയ്മെന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് എന്തുണ്ട്? നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. വി പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും അൺഎൻഡിങ് ആയിട്ട് യേശുക്രിസ്തു മുഖാന്തരമായി നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഹാപ്പി വി ആർ, അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം തരുന്ന സംഗതി നമുക്കിങ്ങനെ അൺഎൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും? നമുക്ക് വി വിൽ ബി ഹാപ്പി എവർ, അല്ലേ? എന്നും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ, എന്നും നമുക്ക് ഈ സന്തോഷം വരുന്നത് ഇങ്ങനെ ജീവിതത്തിലോട്ട് വന്നു ചേർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി വിൽ ബി വെരി ഹാപ്പി. നമുക്ക് ദീനമില്ലാതെ, നമുക്ക് ജോലിക്ക് പ്രയാസമില്ലാതെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല അനുഭവത്തിൽ, നമുക്ക് പ്രശ്നമില്ലാതെ, നമുക്ക് എല്ലാത്തിനും വീട് കാര്യത്തിനെല്ലാം നമ്മൾ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ വി വിൽ സേ ദറ്റ് ലൈഫ് ഈസ് വെരി ജോയ്ഫുൾ. എന്നതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, ബിക്കോസ് ഓഫ് ദാറ്റ് മാച്ച്ലെസ് കംപ്ലീഷൻ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ഹ്യൂമൻ ബീങ്, വി ക്യാൻ ബി ജോയ്ഫുൾ ഇൻ ഗോഡ്. നമുക്ക് ദൈവത്തിൽ സന്തോഷമുണ്ടെന്ന്. ദാറ്റ് മീൻസ് വി ആർ എ പ്രൈസിങ് ഗ്രൂപ്പ്, വി ആർ എ പ്രൈസിങ് കമ്മ്യൂണിറ്റി. ബിക്കോസ് അവർ പ്രൈസ് ഇസ് നോട്ട് ബിക്കോസ് ഐ ഗോട്ട് എ ജോബ്, മൈ പ്രൈസ് ഇസ് നോട്ട് ബിക്കോസ് ഐ ഗോട്ട് എ വിസ, അവർ പ്രൈസ് ഇസ് നോട്ട് ബിക്കോസ് my children are doing good, or I got a good admission in any college. That is not the matter of praising God. The ultimate praising God is because God has still had God never maybe God has not denied from his protection, or God has never denied from the kind of position that has given to me as a justified person, as a protected person, as a reconciled person with Lord. ദൈവത്തോട് നിരപ്പ് വന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള സ്റ്റാറ്റസിനെ ദൈവം മാറ്റിയിട്ടില്ല. because God, Jesus Christ himself is interceding and we are still maintaining that position. That means നമുക്കെന്നും സന്തോഷത്തിൻ്റെ വക നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഗ്യാരണ്ടി ഓഫ് സാൽവേഷൻ ഹാസ് നോട്ട് ഗോൺ. അവർ ഗ്യാരണ്ടി ഓഫ് എൻറ്ററിങ് ഇൻ ടു ദാറ്റ് എറ്റേണൽ ലൈഫ് ഹാസ് നോട്ട് ഡിമിനിഷ്ഡ്, നോട്ട് പെരിഷ്ഡ്. അത് നിമിത്തമായി എനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ എപ്പോഴും സന്തോഷമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതുതന്നെയാണ്. വൈ എ ട്രൂ ബിലീവർ ക്യാൻ റിജോയ്സ്.
It is because we had a special, hallelujah, position in our life with the Lord. ദൈവവുമായി ബന്ധത്തിൽ നമുക്ക് വലിയൊരു പൊസിഷൻ ദൈവം നമുക്ക് നൽകി. വി ആർ കോൾഡ് ജസ്റ്റിഫൈഡ് പേഴ്സൺ. അങ്ങനെ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ എത്ര സന്തോഷമാണ് നമുക്കുള്ളത്. കാരണം വി ആർ സേവ്ഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേകർ ഈ രക്ഷ അനുഭവമാക്കാതെ, ഈ രക്ഷ കരസ്ഥമാക്കാൻ കഴിയാതെ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ നിത്യമായ പ്രൈസ് ദി ലോർഡ് നരകത്തിലേക്ക് അവരിങ്ങനെ പ്രയാണം ചെയ്യാതെ പ്രോഗ്രസിങ് ടു ദാറ്റ് എറ്റേണൽ ഫയർ, എറ്റേണൽ ഹെൽ. എന്നാൽ ദൈവം കൃപയാൽ given as a privilege and still protected and preserved for that eternity. അത് നമുക്ക് ഇന്നും ഉറപ്പോടെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് we are the group to praise him. We are the community to praise him because such a matchless completion that God has granted in our life. ഇതുവരെ ഒരു മനുഷ്യനും തുല്യം ചെയ്യാൻ കഴിയാത്തതായ, nobody ever can offer such an offering to a human being. അത് തരാൻ കഴിയാത്തത് വെറും സാധുവായ, without any qualification, without any requirements, without any kind of bond. We are enjoying and privileged to have such a relationship with the Lord towards eternity. അത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. എന്നെ ആ നിത്യതയുടെ ഗ്രൂപ്പിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി എന്ന് കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ആ നിത്യതയുടെ ആ ഗാങ്ങിൽ ഞാനും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ റിയൽ ജോയ്. ദാറ്റ് ഈസ് ദ റിയൽ മാറ്റർ ടു പ്രൈസ് ഗോഡ്. അവസാനം ആ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുമ്പോൾ, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ, ആൻഡ് നോട്ട് ഓൺലി ദിസ് ബട്ട് വി ഓൾസോ എക്സോൾട്ട് ഇൻ ഗോഡ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സച്ച് എ പ്രിവിലേജ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഒരു ഫാക്ടർ ദാറ്റ് വാസ് മെയ്ഡ് എ സച്ച് എൻ്റർ ഇൻ ടു സച്ച് എ പ്രിവിലേജ്. യേശു ക്രിസ്തു എന്ന് ഒരു മധ്യസ്ഥൻ, ഒരു കാര്യസ്ഥൻ, ഒരു കർത്താവ്, ഒരു ദൈവം നമുക്ക് വേണ്ടി മാത്രമുള്ളത് കൊണ്ട് ഇറ്റ്സ് എ വെരി ഗോൾഡൻ പ്രിവിലേജ് ദാറ്റ് വി ആർ എൻജോയിങ്. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിക്കുന്നതിന് കാരണമായ നമ്മുടെ വേർഡ്സ് എത്ര പവർഫുള്ളാണ്. കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നിത്യരക്ഷയും നിത്യസന്തോഷവും നിത്യ സ്വർഗവും തരാൻ കാരണമായ യേശു ക്രിസ്തു മുഖാന്തരം. സോ സച്ച് എ പ്രിവിലേജ് വി ഹാവ്. സച്ച് എ പ്രിവിലേജ് വി ഹാവ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്ന് നമ്മൾ ഈ രാജ്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആകുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വി ആർ വെരി പ്രിവിലേജ്ഡ് അല്ലേ. വി ആർ വെരി പ്രിവിലേജ്ഡ്. നമുക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ സിറ്റുവേഷൻ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്കിവിടുത്തെ പ്രധാനപ്പെട്ട ഷെയ്ഖിനോടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആ കാര്യം ഡീൽ ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ദാറ്റ് മേക്സ് അസ് എ പ്രിവിലേജ്ഡ് പേഴ്സൺ. കാരണം മറ്റാർക്കും അങ്ങനെ ഒരു സ്കോപ്പില്ല, മറ്റാർക്കും അങ്ങനെ ഒരു ചാനലില്ല. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു വ്യക്തിയുടെ, ഒരു ഷെയ്ഖിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഞാനെന്ന് പറഞ്ഞാൽ ദാറ്റ് ഐ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് പ്രിവിലേജ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഐ ക്യാൻ get direct contact with the person and I can make the things happen in a short time of time. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് I can do it very fast because I am in relation with that very supreme power, authority. So that is a privilege. നോക്കിക്കേ, എവിടെയോ കിടന്ന കുഴഞ്ഞ ചേറ്റിക്കിടന്ന യാതൊരു യോഗ്യതയുമില്ലാതെ ചെളി പുരണ്ട് കിടന്ന എന്നെ രക്ഷിക്കാൻ the very beloved son of God, യേശുക്രിസ്തു മുഖാന്തരമാണ് എനിക്ക് രക്ഷ വന്നെങ്കിൽ it is not a corporate. എല്ലാവർക്കും കൂടെ കാർഡടിച്ച് യേശു എല്ലാവരുടെയും ഡോക്യുമെന്റ് ഒന്നിച്ച് സൈൻ ചെയ്ത് എന്നല്ല. He has personally connected with me
യേശു ക്രിസ്തു എന്നെയുമായിട്ടും പേഴ്സണലായിട്ട് എൻകൗണ്ടർ ചെയ്തു, കൺഫ്രണ്ട് ചെയ്തു. ഐ ആം ഇൻ എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് മേഡ് എ കോർപ്പറേറ്റ് മൂവ് ഫോർ സേവിങ് എവരി വൺ. അല്ല, എൻ്റെയും നിൻ്റെയും മുഖം കണ്ടാണ് ദൈവം എനിക്ക് രക്ഷ ഒരുക്കി തന്നത്. ജീസസ് ഈസ് വെരി പർട്ടിക്കുലർ ദാറ്റ് ഐ ഹാവ് ഗിവൺ മൈ ലൈഫ് ടു ബോബി, ഐ ഹാവ് ഗിവൺ മൈ ലൈഫ് ടു സജു, ഐ ഹാവ് ഗിവൺ മൈ ലൈഫ് ടു ക്രിസ്റ്റി എന്ന് യേശു ക്രിസ്തുവിന് വളരെ കൃത്യമായ അറിവ് എന്നെ കുറിച്ചുണ്ട്. ദാറ്റ് ഈസ് എ പ്രിവിലേജ്. ദാറ്റ് ഈസ് എ പ്രിവിലേജ്. ആ പ്രിവിലേജിലേക്ക് വരാനായി കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. സോ വി ആർ ഇൻ കണക്ഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് എ പ്രിവിലേജ്. യേശു ക്രിസ്തു മുഖാന്തരമായി. So very matchless completion of a human being in this world, he is attained, or he or she has get a position called he is justified, and our salvation is protected, and we are reconciled with the Lord, and we are preserved for that eternity, and we are privileged to praise him because of such a matchless completion that God has made to us, and that we are still privileged because Jesus is our God. Jesus is with me. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രികാലം ഈ വാക്കുകൾ നിങ്ങളെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്ത്, എത്രത്തോളം എൻകറേജ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് വാട്ട് പോൾ ഈസ് ട്രൈങ് ടു കൺവേ ടുനൈറ്റ്. ഈ രാത്രികാലവും പൗലോസിൻ്റെ വാക്കുകളിലൂടെ ദൈവാത്മാവ് നമ്മളോടും സംസാരിക്കുന്നതും അത് തന്നെയാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ വാക്കുകൾ എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വലിയ ശക്തിയായി